ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു വാൾവ് വയ്ക്കാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വാൾവ് വയ്ക്കുന്നത് എവിടെ വെച്ചാൽ ടാങ്കിൻ്റെ അടിഭാഗത്ത് വേസ്റ്റ് കപ്ലിങ് ഇട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു അടിഭാഗത്ത് വാൾവ് വയ്ക്കണത്. പക്ഷേ അപ്പോൾ കമൻറ്റിൽ വന്നു ഇത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പണി അറിയാത്ത ആളാണ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിത് 10-15 വർഷമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇത് ചെയ്യാത്തവർക്കും ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഇത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യണതും ഇപ്പോഴല്ല നമുക്ക് അടിഭാഗം വാഷ് ഔട്ട് കഴുകി കളയാൻ സൗകര്യമുള്ള ടാങ്കിയൊക്കെ വന്നു തുടങ്ങിയത്. മുൻപ് ഇല്ലാത്ത കാരണം നമ്മൾ ടാങ്കിൽ ഇറങ്ങി കഴുകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കണത്. കാരണം ഈ വാൾവ് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ ടാങ്കിലെ വെള്ളം ഫുള്ളായിട്ട് പോകും, ഒരു തരി വെള്ളം പോലും ഉണ്ടാവില്ല. കാരണം അത് വേസ്റ്റ് കപ്ലിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം, വാഷ് ബേസിൻ്റെ വേസ്റ്റ് കപ്ലിങ് ഇല്ലേ. അപ്പോൾ അതിൻ്റെ കനം അറിയാമല്ലോ, നമുക്ക് പ്ലംബേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കനം അറിയാൻ പറ്റും. അപ്പോൾ ആ അളവിൽ വെച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് വെള്ളം പോകും. മറ്റേത് നമ്മുടെ ടാങ്ക് കണ്ടറൊക്കെ ആണെങ്കിൽ നമ്മുടെ സൈഡിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ ഒരു 1.5 2 ഇഞ്ച് വെള്ളം നിൽക്കും, അത് പോവില്ല, ചെളിയും വെള്ളം അടക്കും. ഇതാകുമ്പോൾ മോട്ടർ ഇട്ടിട്ട് നമ്മളൊന്ന് എന്തെങ്കിലും തുണി കൊണ്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാൾവ് തുറന്നിട്ട് ഫുള്ള് വെള്ളം പോകും. അപ്പോൾ ആ ചെളി അടക്കം പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇടയ്ക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. അതിപ്പോൾ ടാങ്ക് കഴുകണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വേഗം മേലെ കയറിയതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ പരിപാടി അവസാനിപ്പിച്ചിട്ട് വരാൻ പറ്റും. അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ചെളി കൊണ്ട് ഒഴിവായി പോകുമല്ലോ വെള്ളത്തിൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നല്ല ബ്രാൻഡഡ് വേസ്റ്റ് കപ്ലിങ് മേടിക്കുക, നല്ല ഫുൾ ത്രെഡായിട്ട് നല്ല ത്രെഡ് തെറ്റാത്ത ടൈപ്പും നല്ല വാഷുമുള്ള ബ്രാൻഡായിട്ടുള്ള കനമുള്ള മേൽഭാഗം ഫ്ലാറ്റായിട്ടുള്ള വേസ്റ്റ് കപ്ലിങ് മേടിക്കുക. അതാകുമ്പോൾ കറക്റ്റ് തുളച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇത് വാട്ടർ ടാങ്കിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് തുളയ്ക്കാം കേട്ടോ, സെൻറ്ററിലോ സൈഡിലോ. കറക്റ്റ് ആ വേസ്റ്റ് കപ്ലിങ് ഇരിക്കാനുള്ള ഫ്ലാറ്റായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായാൽ മാത്രം മതി. അതുപോലെ ഫൗണ്ടേഷൻ ഏകദേശം നമുക്കൊരു 7 ഇഞ്ച് ഹൈറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ മതി, 7 ഇഞ്ച് 8 ഇഞ്ച് ഹൈറ്റ് കിട്ടിയാൽ മതി. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വളരെ സൗകര്യമാണ്, നമുക്ക് എവിടെയാണ് തുളയ്ക്കാം. അതുപോലെ സ്റ്റാൻഡില്ലാത്തടത്ത് ഇതുപോലെ ചെറിയൊരു ഹൈറ്റ് ഒരു തബൂക്ക് വെച്ചിട്ടുള്ള കട്ട വെച്ചിട്ടുള്ള ഹൈറ്റിന് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ ഇത് ചെയ്യുമ്പോഴേ ഈ സ്റ്റാൻഡിൽ ലോഡാകും, വെള്ളം വന്ന് ലോഡാകുമ്പോൾ എൽബ അടി തട്ടിയിട്ട് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടി തട്ടി കഴിഞ്ഞാൽ അത് വേസ്റ്റ് കപ്ലിങ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ആ ഒരു കനം കൂടി കണ്ടിട്ട് വേണം നമ്മൾ എൽബ മുകളിലേക്ക് ഒട്ടിച്ച് നിർത്താം. വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇപ്പോൾ അടിഭാഗം തുളച്ചുകൊണ്ട് ടാങ്കിയുടെ ഗ്യാരണ്ടി ഉണ്ടോയെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ഗ്യാരണ്ടിയുടെ പ്രശ്നമൊന്നുമില്ല. വാട്ടർ ടാങ്കിനെ പ്രത്യേകിച്ച് ഗ്യാരണ്ടി എന്ന് പറയാൻ അത് തന്നെ സൈഡ് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് ഗ്യാരണ്ടിയുടെ പ്രശ്നം വരുള്ളൂ. അത് തന്നെ പൊട്ടൽ വളരെ കുറവാകും. ഇതിപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ട് ഇതുവരെ എവിടെയും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ബിറ്റ് വെച്ച് ഡ്രില്ലുകൊണ്ട് തുളയ്ക്കണം, അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുപോലെ വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ അളവ് കറക്റ്റ് ആവണം, ലൂസ് കൂടുതലും ചെയ്യരുത്, ഇളകും ചെയ്യരുത്. കറക്റ്റ് ഷെയ്ക്കില്ലാത്ത രീതിയിൽ വേസ്റ്റ് കപ്ലിങ് ടൈറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും.